ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ, നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം നമുക്ക് കറണ്ട് കിട്ടി കേട്ടോ. പിന്നെ നല്ല ഹാപ്പിയാണ്. കാരണം കുറേ ആ ഒരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കറണ്ട് ഇല്ലാണ്ട് ഇരുന്നിട്ട് നമുക്ക് അത് കിട്ടുമ്പോൾ അത് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കും അനുഭവിച്ചവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം. സന്തോഷം നമ്മുടെ സ്വന്തം വീട്ടിൽ കറണ്ട് കിട്ടുക, കറണ്ട് ഇല്ലാണ്ടിരുന്നിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും സന്തോഷമാണ് കേട്ടോ. ഇക്ക പണിക്ക് പോയിക്കായിരുന്നു. അപ്പോൾ ഒരു ഉച്ച ടൈമിലാണ് അവർ വന്നിട്ട് നമുക്കെല്ലാം സെറ്റൊക്കെ ചെയ്ത് തന്നിട്ട് പോയത്. കറണ്ടും എല്ലാം ശരിയാക്കി തന്നിട്ട് പോയത്. ഇക്കതപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കിടന്നുറങ്ങി. വന്ന ഉടനെ ചായ ഒന്നും കുടിക്കില്ല. അപ്പോൾ ചെറുതായി ലേറ്റായി കഴിച്ചിട്ട് അങ്ങനെ വയ്യാന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാനോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, കറണ്ട് കിട്ടിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇക്ക പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് വന്ന് ഇട്ട് നോക്കണം, ശീലമില്ലല്ലോ, കറണ്ട് ഇല്ലാത്തല്ലേ. അപ്പോൾ പറഞ്ഞു പറ്റിക്കാറുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവർ വന്ന് ചെയ്തു എന്നൊക്കെ കൊണ്ട് പറ്റിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇക്കൊക്കെ സന്തോഷമാവും എന്നറിയാം. പക്ഷേ എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത്, പറയാതെ തന്നെ അത് ആ ഒരു ഇത് ഫീൽ ചെയ്ത് അറിയിക്കാൻ, പറയാതെ തന്നെ അത് അനുഭവിച്ചറിയാൻ, അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് അറിയില്ല, എന്തായാലും സർപ്രൈസ് ആവുമായിരിക്കും. എന്തായാലും അപ്പോൾ കണ്ണുകളെയും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മീറ്റർ ലൈറ്റൊക്കെ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് റൂമിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് നന്നായി ഉറങ്ങമല്ല, എന്നാലും പകുതി ഉറക്കത്തിലാണ് കേട്ടോ. പാവം വീശി തരാൻ പറഞ്ഞാണ്. അപ്പോൾ വല്ല സ്കൂട്ടായതാണ് കേട്ടോ. ഞാൻ ഫാന് കുത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫാന് ഇട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പക്ഷേ എന്തായാലും ഫാനും ഇട്ടിട്ട് വെക്കാനൊന്ന് സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത് അവിടെ ആദ്യം തന്നെ കുത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ശ്രദ്ധിച്ചിട്ടില്ല തോന്നുന്നു. ഇത് നമ്മൾ മുന്നിരുന്നപ്പോൾ മേടിച്ച ഫാനാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ അത് കുറേ ആയി എടുത്ത് വെച്ചിട്ട് പിന്നെ ഇത് എപ്പോഴാണ് എടുക്കുന്നത് കേട്ടോ. ഒന്ന് എൻ്റെ ഭാഗ്യം കൊണ്ടാണ് തോന്നുന്നു അത് ഓടുന്നില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, പക്ഷെ അത് ഓടുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞു, കറണ്ട് ഉണ്ട് കണ്ടത് സൗണ്ട് കേൾക്കുന്നുണ്ട്. കറണ്ട് കെട്ടി നോക്കി സത്യം ഞാൻ പറയുന്നത്, കറണ്ട് കിട്ടി. ഇതൊക്കെ എത്രാമത്തെ പ്രാവശ്യം എന്നെ പറ്റിക്കും? ശരി പറ്റിച്ചു, ഓക്കെ. പക്ഷെ ഇപ്പൊ സത്യമായിട്ട് പറയുന്നത് ഞാൻ വിശ്വസിച്ചു. ഇതെന്താ സൗണ്ട് കേൾക്കുന്നത് പറയും. അതിന് പ്രേമം കൂടി ഇക്ക സത്യം പറയുന്നത് നമ്മള് കൊറേ ഓണാക്കാണ്ട് വെച്ചില്ലേ, അതാണ് സംഭവം. അപ്പൊ നിനക്ക് വിശ്വാസാവുന്നില്ല കറണ്ട് കിട്ടീന്ന്? ഇല്ല, വിശ്വാസാവുന്നില്ല. നീ പോണം. വിശ്വാസാവില്ല, കാണിച്ചു തരാട്ടോ. ഇതപ്പോ അതാ കറണ്ട്. എന്താ ഇപ്പൊ പറ്റട്ടെ? അതന്നെ ഞാൻ പറഞ്ഞു, കറണ്ട് കിട്ടി പോയാലും ഓടാത്തോണ്ടാണ് എടുത്തു വെച്ചിട്ടേ. അപ്പൊ ഇത് കേടായി. അപ്പൊ ഗൈസ്, ഞാൻ കറണ്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് വിശ്വാസമേ ഇല്ല. അത് വിശ്വാസമില്ല പറഞ്ഞാൽ എങ്ങനെ വിശ്വാസമാണ്? ഒരു 150 പ്രാവശ്യം പറ്റിച്ചിട്ടുണ്ടായിരുന്നു എന്നെ. കറണ്ട് കിട്ടി. ഞാൻ വെറുതെ തമാശക്ക് ഇടയ്ക്ക് പറയട്ടോ, ഇല്ല കറക്റ്റ് വരുന്ന സമയത്തൊക്കെ നമുക്ക് കറണ്ട് കിട്ടിക്കാണ്ട് ആകാംക്ഷയോടെ വന്ന് നോക്കുമ്പോൾ കറണ്ട് ഉണ്ടാവില്ല. പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് പുലി വരുന്നു അവസാനം പുലി വന്നു. കറണ്ട് കിട്ടിയ ഒരു 5-6 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായില്ല. അപ്പൊ അതന്നെ. അപ്പോ വളരെയേറെ സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് കറണ്ട് കിട്ടിയേ. അപ്പൊ കറണ്ട് ഒക്കെ കിട്ടി, മാഷാ അല്ലാഹ്. ഹാപ്പി ഹാപ്പി. താങ്ക്സ് ആരിനോട്? KCB-ക്കാരോട്, പടച്ചവനോട്, എല്ലാരോടും, പ്രേക്ഷകരോട്, എല്ലാരോടും. അപ്പോൾ ഇതിന് മുന്നേ കറണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് കറണ്ട് എന്തായി എന്നൊക്കെ പറഞ്ഞിട്ട് ചാനലില് കമന്റ്സും കാര്യങ്ങളൊക്കെ വരാണ്ട്. അപ്പൊ നമ്മളുടെ എല്ലാരും ചോദിക്കലുണ്ട് കറണ്ട് കിട്ടിയോന്ന്. അപ്പൊ അവർക്ക് എല്ലാവർക്കും റിപ്ലൈ ആയിട്ട് ഈ വീഡിയോനെ കാണാം. നമുക്ക് കറണ്ട് കിട്ടി. ഞാൻ അറിഞ്ഞില്ല കിട്ടിയത്. അപ്പൊ വന്നപ്പോഴാട്ടോ അറിയണം. ഭയങ്കര ഉച്ചക്കാ വന്നിക്ക. ശരി. അപ്പൊ ഓക്കെ, എന്നാ വൈകിട്ട് ചെയ്താൽ മതി.
അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചു, അത്രമാത്രം. വീണ്ടും നല്ലൊരു വീഡിയോ അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.